ക്രിസ്തുവിൽ പ്രിയരെ, അനുദിനം നാം ആഘോഷിക്കുകയും അനുഭവിക്കുകയും ഉൾക്കൊള്ളുകയും ജീവിക്കുകയും ചെയ്യുന്ന മിശിഹാ രഹസ്യങ്ങളെ നാം ആഴത്തിൽ അനുസ്മരിക്കുന്ന ദിനമാണിന്ന്. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യം നിറഞ്ഞ ഹൃദയത്തോടെ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ വചനം കേട്ട് ജ്വലിക്കുന്ന ഹൃദയവുമായി മുറിയപ്പെടാൻ പോകുന്ന അപ്പത്തിന് ചുറ്റും ഈ വിരുന്നശാലയിൽ ഊട്ടുമേശയ്ക്ക് ചുറ്റും ക്രിസ്തുവിനോടൊപ്പം നാം അണഞ്ഞിരിക്കുകയാണ്. ഈ ബലിമേശയ്ക്ക് ചുറ്റും നമ്മെ ഒരുമിച്ച് കൂട്ടാൻ നിദാനമായ ഒരു രാത്രി, രാത്രികളുടെ രാത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാത്രി, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു തന്നെ തന്നെ മുറിച്ചു നൽകിയ ആ പെസഹ രാത്രിയിലേക്കാണ് നമ്മുടെ ചിന്തകളെ നമുക്ക് തിരിക്കാം. ഓരോ യഹൂദനെയും സംബന്ധിച്ചിടത്തോളം പെസഹ രക്ഷയുടെ ഓർമ്മപ്പെടുത്തലാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രത്തിലേക്ക് നയിച്ച ദൈവത്തിൻ്റെ രക്ഷാകരമായ ഇടപെടലിനെ അനുസ്മരിക്കുന്ന അവസരമാണ്. ഈശോയും ശിഷ്യന്മാരും പെസഹ ആചരിക്കാൻ ഒരുമിച്ച് കൂടുന്നു. ശിഷ്യന്മാർക്ക് ഈ പെസഹായിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. എന്നാൽ ഈശോയെ സംബന്ധിച്ചിടത്തോളം അവൻ അവസാന പെസഹായ്ക്ക് ഒരുങ്ങുകയായിരുന്നു. പെസഹായ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്ന ഊട്ടുശാല, അവിടേക്ക് ശിഷ്യന്മാർ ഓരോരുത്തരായി കടന്നു വന്നുകൊണ്ടിരുന്നു. 3 വർഷം കൂടെ നടന്നിട്ടും യഥാർത്ഥ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ അവനെ ഒരു രാഷ്ട്രീയ വിമോചകനായി മാത്രം കണ്ടുകൊണ്ട്, ഒരു ഭൗതിക രാജാവായി കണ്ട് അവൻ സ്ഥാപിക്കുന്ന രാജ്യത്തിൽ ഉന്നത സ്ഥാനങ്ങൾ ഉറപ്പിക്കാനായി അവർ ഇപ്പോഴും മുഖ്യ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. വിരുന്നുകളിൽ മുഖ്യ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കരുത് എന്ന കൽപ്പന അവർ വിസ്മരിക്കുന്നു. ഈ ധൃതിക്കിടയിൽ തങ്ങളുടെ പാരമ്പര്യമനുസരിച്ച് സ്വയം ശുദ്ധി വരുത്താനോ ഗുരുവിൻ്റെ കാലുകൾ ശുചിയാക്കാനോ അവർ തയ്യാറാകുന്നില്ല. എന്നാൽ ഇവിടെ ക്രിസ്തു വീണ്ടും വിനീതനാകുന്നു, എളിയവനാകുന്നു, ദാസനാകുന്നു, അടിമയാകുന്നു. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അധികാരത്തിൻ്റെ മേലങ്കി മാറ്റി എളിമയുടെ കച്ച ധരിച്ച് വലിയവൻ ദാസനാകണം എന്ന പാഠം ജീവിതത്തിലൂടെ വീണ്ടും അവൻ പഠിപ്പിക്കുകയാണ്. ഇവിടെ മറ്റൊന്നുകൂടി അവിടുന്ന് അർത്ഥമാക്കുന്നുണ്ട്. തൻ്റെ ശരീര രക്തങ്ങൾ മുറിച്ചു നൽകാൻ പോകുന്ന മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ഇവർ ശുദ്ധിയുള്ളവരായിരിക്കണം, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും. അതാണ് അവിടുന്ന് ഇവിടെ ചെയ്യുന്നത്. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ തൻ്റെ ശരീരരക്തങ്ങളെ അവർക്ക് ഭക്ഷണമായി നൽകുന്നു. അവർക്ക് വേണ്ടി അവൻ മുറിക്കപ്പെടുന്നു. പഴയ നിയമ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്തിന് പകരമായി സ്വന്തം രക്തത്താൽ അവൻ പുതിയ ഉടമ്പടി മുദ്ര ചെയ്തു. അവൻ രക്ഷ കൊണ്ടുവന്നു. ആ ഓർമ്മയാണ് നാം അനുദിന ജീവിതത്തിൽ അനുസ്മരിക്കുന്നത്. ഈ പെസഹ നമുക്ക് നൽകുന്ന സന്ദേശവും ഇതാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ടതുപോലെ നാമും മുറിയപ്പെടണം. ക്രിസ്തുവിന് വേണ്ടി മുറിയപ്പെടുമ്പോൾ നാം അവന് സ്വന്തമാവുകയാണ്. അപരനു വേണ്ടി മുറിയപ്പെടുമ്പോൾ, അവന് ഭക്ഷണമാകുമ്പോൾ അവന് ഞാൻ സ്വന്തമാവുകയാണ്. മുറിയപ്പെടലുകൾ വേദനാജനകമാണ്. മുറിയപ്പെടുന്നതിൻ്റെ വേദന നാം ഗെത്സമേനിയിലും കാൽവരിയിലും കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷേ അവൻ കാൽവരിയിൽ മുറിയപ്പെട്ടപ്പോൾ അവൻ ലോകത്തിന് സ്വന്തമായി. നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ആർക്കെങ്കിലുമൊക്കെ വേണ്ടി മുറിയപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾക്കും അർത്ഥമുണ്ടാകുന്നത്. നമുക്ക് മുമ്പേ നടന്നു നീങ്ങിയ വിശുദ്ധരും പൂർവികരും കാണിച്ചു തന്ന വഴിയും മറ്റൊന്നുമല്ല. അതിനാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ അവരിനു വേണ്ടി മുറിയപ്പെടുന്നവരാകാം. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്,
അപ്പനാവുക എന്നാൽ അപ്പമാവുക എന്നാണ് അർത്ഥം. അമ്മ എന്നാൽ അമ്മിഞ്ഞ എന്നും. അപ്പൻ മക്കൾക്ക് വേണ്ടി മുറിഞ്ഞ് ഭക്ഷണമാകുമ്പോൾ, സ്വന്തം വേദനകൾ മറന്ന് മക്കൾക്ക് സ്നേഹസ്വാന്തനമാകുമ്പോൾ അപ്പൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നു. അമ്മയുടെ മാറ് കുഞ്ഞിനെന്നും സുരക്ഷിത സ്ഥാനമാണ്. അവൻ തൻ്റെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ ഭക്ഷണവും അവിടെ നിന്നാണ് സ്വീകരിക്കുന്നത്. കുഞ്ഞിനമ്മ അമ്മിഞ്ഞയാണ്. ഈ പെസഹാ ദിനത്തിൽ സ്വയം ശൂന്യനായി ഒരു തിരുവോസ്തിരൂപനായി എന്നിൽ വരുന്ന ക്രിസ്തുനാഥനെ ഓർക്കുമ്പോൾ, സ്വയം മുറിക്കപ്പെട്ട് തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് ഭക്ഷണമായി നൽകുമ്പോൾ, ആ മേശയിൽ നിന്ന് ജീവിക്കുന്ന ക്രിസ്തുവിനെ, അവൻ്റെ ശരീരരക്തങ്ങളെ ഉൾക്കൊള്ളുന്ന നമുക്കും അവരനു വേണ്ടി മുറിയപ്പെടാനാകുമ്പോൾ നമ്മുടെ ജീവിതവും അർത്ഥവത്താകും. അത് ഒരു ബലിയായി തീരും. എൻ്റെ ബലിയർപ്പണങ്ങൾ ജീവസുറ്റതാകും. ഈ ചിന്തകളെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ബലിപീഠത്തിന് ചുറ്റും ആ മിശിഹാ രഹസ്യങ്ങളിൽ നമുക്കും പങ്കുകൊള്ളാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.